ബ്രിജ്ഭൂഷൺ തോറ്റുപോവുകയല്ലേ? കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്നുവരെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ആരോപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും ഇതും ഒരുപോലെയാണോ? അതിനൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ സമാനതകളില്ലാത്ത ഓരോ ദിവസവും ഓരോ പെൺകുട്ടികൾ വന്നിട്ട് പറയുന്നു. പിന്നെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട, ഇവരുടെ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ പരാതി കൊടുത്തു, ദേശീയ നേതൃത്വം പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഇതൊക്കെ ശരിയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനൊക്കെ വിശേഷിപ്പിക്കുക? ഏത് വാക്കുപയോഗിക്കും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ? അപ്പോൾ കുടുംബത്തിനകത്ത് നിന്നോരും പരാതികൾ ഉയരുന്ന സന്ദർഭത്തിൽ ഈ പെർവെർട്ടിനെ സംരക്ഷിക്കാൻ ഷാഫി പറമ്പിൽ കൂട്ടുനിൽക്കുന്നു. ഷാഫി അറിയാതെ ഒന്നും നടക്കില്ല. നിങ്ങളിൽ പലരും പറഞ്ഞിട്ടല്ലോ ഷാഫി അറിയാതെ ഇവൻ മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞ അവതാരകന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ ഷാഫി ഇവൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസറാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഷാഫിയുടെ പ്രസംഗങ്ങളും ഷാഫിയുടെമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഷാഫി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതല്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നാൽ പിന്നെ അറിഞ്ഞതിന് ശേഷമെങ്കിലും തള്ളിപ്പറയണ്ടേ? ഷാഫി അറിഞ്ഞതിന് ശേഷം തള്ളിപ്പറയണ്ടേ? എന്നിട്ടും ഈ പാവപ്പെട്ട പെൺകുട്ടികളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനല്ലേ ശ്രമിക്കുന്നത്? അതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഷാഫി എന്താ പറഞ്ഞത്? തെളിവുണ്ടോ, FIR ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നിയമത്തിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ ഒരു കേസ് ഇപ്പം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് ആവശ്യമായ തെളിവുകളൊന്നുമില്ലാതെ ആ കേസ് തള്ളിപ്പോകുന്ന അവസ്ഥയിലല്ല ഉണ്ടാവേണ്ടത്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസം ഒരു ആരോപണം വന്നു, ഒരു വെളിപ്പെടുത്തലുണ്ടായി. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് ധാരാളം പെൺകുട്ടികൾ വരികയാണ്. ഇത് എത്ര ദിവസം നിൽക്കുന്നോ, ഇനി എത്ര ആളിൽ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തെളിവുകൾ വരട്ടെ. ഇപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ മുമ്പിൽ പരാതി വന്നിട്ടുണ്ട്. എറണാകുളത്ത് പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ നിൽക്കുന്നുണ്ട്. ഇനിയും ധാരാളം ആളുകൾ പുറത്തു വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രായോഗികമായി ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുക? സ്റ്റേറ്റ് ഉണ്ട്, പറഞ്ഞ പോലീസ് സംവിധാനം, ഈ പരാതിക്കാരൊന്നും പ്രത്യക്ഷത്തിൽ വരാത്ത സാഹചര്യം പ്രായോഗികമായി ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക? അല്ല, പ്രായോഗികമായി എന്നല്ല, നിയമപരമായി മാത്രമേ കേസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയൂ. മനസ്സിലായില്ലേ? അതെ, അതിപ്പം പരാതിയുമായിട്ട് ആളുകൾ രംഗത്ത് വരണം. ഇപ്പം നടന്ന ഫോൺ സംഭാഷണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്മേൽ കൂടുതൽ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശക്തമായ നിലപാടിലേക്ക് പോലീസ് പോകും. അത് പോലീസ് എടുക്കേണ്ട ഭാഗം. കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് കേസുള്ള, അതായത് സ്ത്രീ പരാതിയിൽ തന്നെ കേസുള്ള മുകേഷ് ഉൾപ്പെടെ ആൾക്കാർ MLA തുടരുമ്പോൾ എങ്ങനെയാണ് ആദ്യം ആവശ്യപ്പെടുന്ന ചോദ്യം ചോദിക്കുന്നത്? മുകേഷിൻ്റെ കേസും ഇതും ഒരുപോലെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുകേഷിൻ്റെ കേസ് മുകേഷ് കേസ് നേരിടുന്നുണ്ട്. മാത്രമല്ല മുകേഷിനെതിരെ കേസ് കൊടുത്ത ആളിൻ്റെ പേരിൽ വേറെ കേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയാം അല്ല അത് ആ വഴിക്ക് നടക്കട്ടെ. പക്ഷേ മുകേഷിൻ്റെ കേസ് പോലെയാണോ ഈ കേസ്? ഇത് എത്ര പെൺകുട്ടികളാണ് ഓരോ ദിവസവും രംഗത്ത് വരുന്നത്? അതായത് തൻ്റെ ഗർഭത്തിൽ ഇരിക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഇതിന്മേൽ പരം ഒരു ക്രിമിനൽ കുറ്റം വേറെയുണ്ടോ? അപ്പോൾ ഇത് പെൺകുട്ടികൾ തന്നെ നേരിട്ട് വന്ന് നിങ്ങളുടെ ചാനലുകളോട് പറയുന്നു. അതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്രമാത്രം ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ട് ഒരു കുട്ടിയെ മാത്രമല്ല, ഇത് തുടർച്ചയായി ഇതിൻ്റെ ഒരു പെരുമഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇതുപോലെ ഒരു അനുഭവം, സമാനതകളില്ലാത്ത ഒരു അനുഭവം വേറെ ഇല്ല. അപ്പം അതുകൊണ്ട് ഇതിന്മേൽ ശക്തമായ ജനവികാരം, DYFIയുടെ വികാരം മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണക്കാർക്ക് ഇവരെ പിന്തുണക്കാൻ പറ്റുമോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇതിനെ പിന്തുണക്കാൻ പറ്റുമോ? കേരളത്തിലെ അമ്മമാർ, സഹോദരിമാർ, കേരളത്തിലെ രക്ഷിതാക്കൾ, ആർക്ക് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയും? അത് ഏത് പാർട്ടിയായാലും. അതുകൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ മൊത്തം ആവശ്യമാണ് ഇവനെപ്പോലെയുള്ള ഒരാൾ കേരളത്തിൽ ഒരു MLA ആയി തുടരാൻ പാടില്ല എന്നുള്ളത്. അതൊരു നിസ്സാരമായ കാര്യമല്ല. യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടാത്ത ഒരാളെങ്ങനെയാണ് പാലക്കാട് ജനങ്ങൾക്ക് തലയിൽ കെട്ടിവെക്കുന്നത്? അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം DYFIയുടെ ഭാഗത്തുണ്ടാവും. MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അത് MLA സ്ഥാനത്ത് തുടരാനുള്ള അർഹത ഇയാൾക്കുണ്ടോ? അത് ഷാഫി എപ്പോഴും അർഹത പറയേണ്ടതാണ്. നിങ്ങൾ രാവിലെ ചോദിച്ചപ്പോൾ ഷാഫിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പെൺകുട്ടികൾ ഫേക്കായിട്ടുണ്ടാക്കിയിട്ടുള്ള കഥകളാണോ ഇത്? ആണോ? അതിനല്ലേ ഇവർ ഉത്തരം പറയേണ്ടത്. പ്രതിപക്ഷ നേതാവും ഈ ഷാഫിയും ഉത്തരം പറയേണ്ടത്. ഇപ്പം ധാരാളം പെൺകുട്ടികൾ വിവിധ പരാതികളുമായി വന്നിട്ടുണ്ട്. ആ പരാതികൾ ഫേക്കാണോ അല്ലയോ? ഈ ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ ഫേക്കാണോ അല്ലയോ? അത് കോൺഗ്രസ് പറഞ്ഞാൽ മതി. ശരിയാണെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് ഇയാളെ നിർത്താൻ കഴിയില്ലല്ലോ.
ഇവരിപ്പോൾ ശരിയാണെന്നും പറയുന്നില്ല, തെറ്റാണെന്നും പറയുന്നില്ല, അതിനകത്ത് മൂടി വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൂടി വെച്ച് കേരളത്തിലെ ജനങ്ങളെ അത്ര മണ്ടന്മാരാക്കാൻ നോക്കേണ്ടതില്ല. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിന്, പ്രതിരോധത്തിന് ഞങ്ങൾ തയ്യാറാവും.